നീ വിളിച്ചോണ്ടിരുന്നപ്പം ഗുളിക വായിക്കാതിട്ട് അലിയിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അത് ഞാൻ വിളിക്കായിരുന്നു, സംസാരിക്കാതെ രമ്യ എടുത്തത്. ഗുളിക വായിക്കാതിട്ട് അലിയിച്ച് തിന്നണം, ആ കുട്ടിയിരിക്കും. ഇന്നാണ് ഗുളിക കിട്ടിയത്, അതുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്. ഞാനിപ്പോ കിടക്കാൻ പോവാം. ഞാൻ തിങ്കളാഴ്ച നിന്നെ വിളിച്ചോളാം അങ്ങോട്ട്. ഡോക്ടർ ഇവിടെ ചെന്നിട്ട് എന്താ പറയുന്നത് അങ്ങോട്ട് വിളിച്ചോളാം. എനിക്ക് സുഖമില്ല. ഇത് എന്റെ വാ പൊട്ടിയിരിക്കുവാണ്. ഞാൻ ഇടയ്ക്കെടുത്ത് മെസ്സേജ് അയച്ചത്, ഇടയ്ക്ക് കുറെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ മെസ്സേജ് അയച്ചതാ. വാന്ന് നല്ല പൊട്ടിയിരിക്കും. അപ്പം നീ വിളിച്ചോണ്ടിരുന്നപ്പം ഗുളിക വായിക്കാതിട്ട് അലിയിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അത് ഞാൻ വിളിക്കായിരുന്നു, സംസാരിക്കാതെ രമ്യ എടുത്തത്. ഗുളിക വായിക്കാതിട്ട് അലിയിച്ച് തിന്നണം, ആ പൊട്ടിയിരിക്കും. ഇന്നാണ് ഗുളിക കിട്ടിയത്, അതുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്. ഞാനിപ്പോ കിടക്കാൻ പോവാം. ഞാൻ തിങ്കളാഴ്ച നിന്നെ വിളിച്ചോളാം അങ്ങോട്ട്. ഡോക്ടർ അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത് എന്നിട്ട്. ഓക്കെ, ഈ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? ഇതെന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരാഴ്ച മുമ്പാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സായി ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിച്ചു രേണുവിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പം കിച്ചുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സായി ചേട്ടന. ഇങ്ങനെ രേണുവിനെ കാണാൻ പോയ സമയത്ത് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനോട് സംസാരിക്കണം. അങ്ങനെ ആയപ്പം സായി കിച്ചുവിനെ വിളിച്ചു. അങ്ങനെ അപ്പോൾ കിച്ചു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയെ വിളിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള ആൾക്കാരെന്തോ കൊടുക്കാത്ത. എനിക്ക് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. വെച്ച് തരുമ്പം അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കണം. കുറേ ആൾക്കാർ തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ വെച്ച് തരുന്നത്. നിങ്ങൾ ഇതൊന്ന് കേൾക്കുക. ആദ്യം സായി പറയുന്നത് കേട്ടിട്ട് നമുക്ക് കിച്ചുവിൻ്റെ കാര്യത്തിലോട്ട് പോവാം. ഞാനൊരു കാര്യം പറയാം. ഞാൻ രേണുവിനെ ആദ്യമായിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്യണം. ഈ ഒരു വിഷയത്തിൽ ഒരു ലൈക്കും കൂടെ കൊടുത്താൽ, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്ത് കുറച്ചും കൂടെ ആൾക്കാരുടെ അടുത്തോട്ട് പോട്ടെ. കോൾ വിളിച്ച് എനിക്ക് അസുഖം പറഞ്ഞ് രേണു എന്നോട് കരഞ്ഞ ദിവസം രേണു എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, സായി ദയവ് ചെയ്തിട്ട് കിച്ചുവിനോടൊന്ന് സംസാരിക്കണം. ഈ ഫോൺ വെച്ച ഉടനെ ഞാൻ കിച്ചുവിനെ വിളിച്ചു. ഓക്കെ, ഇനി എനിക്ക് ഒന്ന് വീഡിയോയിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് കിച്ചുവിനെ വിളിച്ചപ്പോൾ കിച്ചു ആദ്യനോട് പറഞ്ഞത്, സായി ബ്രോ ഞാൻ അമ്മേനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഫോണിൽ അമ്മേനെ കിട്ടിയില്ല, ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചോദിച്ചു പോയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീട്ടിൽ പോയി കാണട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചില ഇഷ്യൂസ് ഉണ്ട്, ഹോസ്പിറ്റലിലും പോകാൻ പറ്റില്ല, ഇവിടെ ആണെങ്കിലും പ്രശ്നമാണ്, ഉള്ള ദിവസം പറയാം, ആ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ആളുകൾ കൂട്ടി പോവാം. ഇത് എന്നോട് കിച്ചു ആ തുടക്ക സമയത്ത് പറഞ്ഞു. ഈ ചെക്കൻ പോയില്ല എന്നും കണ്ടില്ല. അപ്പോൾ മേ ബി രേണു ഇതൊന്നും അറിഞ്ഞു കാണും. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ മകൻ വിളിച്ചോ ഇല്ല എന്നുള്ളത് അറിയാൻ പാടില്ലല്ലോ. ചിലപ്പോൾ അതിന്റെ സങ്കടത്തിലൊക്കെ അവർ പറഞ്ഞു. പിന്നെ അതിലൊരു മിസ്റ്റേക്കും പറ്റിയെന്ന് വെച്ചാൽ രേണു കീമോന്റെ മുന്നെയാണ് കിച്ചുവിനെ കാണുന്നുള്ള വീഡിയോ ഇട്ടിരുന്നത്. കീമോ കഴിഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ മകൻ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് രേണുവിന് അപ്പഴാ മനസ്സിലാവണം. ഈ മുന്നേ വീഡിയോ എടുത്തപ്പോൾ രേണുവിന് അത് അറിയില്ല. പുറത്ത് വന്നത് ഈ വീഡിയോ. അപ്പൊ കിച്ചുവിനോട് ഓൾറെഡി ഇത് കൺവേഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നൊന്നുമില്ല. പാവം തന്നെ വന്ന് പറഞ്ഞല്ലോ വീഡിയോന്റെ പ്രശ്നമുണ്ട്, വിഷയങ്ങളുണ്ടെന്ന്. ഇത് തീർക്കാനുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? ഇത് തീർക്കാൻ നോക്കാതെ ഒരു സൈഡിൽ കിച്ചുവിന് സ്ക്രൂ, അപ്പുറ സൈഡിൽ രേണുവിന് സ്ക്രൂ. സത്യത്തിൽ സോഷ്യൽ മീഡിയ വന്നിട്ട് സായി ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷെ പുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതാണ് ഇവിടെ ഭയങ്കര ഒരു ചർച്ചാ വിഷയമാക്കാനുള്ള കാരണം. ഞാൻ പറയാം, ഈ ഇന്റർവ്യൂ ഇറങ്ങി എന്നാണെന്നറിയാവും. ഇന്റർവ്യൂ ഇറങ്ങിയത് ഈ പറയുന്ന കൂട്ട് ജൂൺ 13 ഇന്റർവ്യൂ ഇറങ്ങിയത്. രേണുവിന് ക്യാൻസർ ആണെന്നും പറഞ്ഞുള്ളൊരു ഇന്റർവ്യൂ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് അന്ന് തന്നെ കിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 13 കിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കിച്ചു കോൾ ചെയ്ത സമയത്ത് രമ്യ ചേച്ചിയാണ് ഫോൺ എടുത്തത്. രമ്യ ചേച്ചി ഫോൺ എടുത്ത സമയത്ത് രേണു മരുന്ന്, അതായത് വാ പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പം മരുന്നെങ്ങാണ്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ കിച്ചു പറയുകയും ചെയ്ത് എടാ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന്. രമ്യ പറയുകയും ചെയ്ത് സംസാരിക്കാൻ പറ്റത്തുമില്ല. അതുപോലെ തന്നെ എന്നാൽ ഫോൺ കൊടുത്താൽ മതി, വോയിസോ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇടാം എന്നുള്ള രീതിയിൽ ഫോൺ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് സ്പോട്ടിൽ തന്നെ. ആ വോയിസ് ആണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഞാൻ അതൊന്ന് വെച്ച് തരാം. തുടക്കം വെച്ച വോയിസ് ഇതാണ് സത്യത്തില. രമ്യ ചേച്ചി കൊണ്ട് ഫോണും കൊടുത്ത് രേണു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ച ഇന്ന പോലെ ഹോസ്പിറ്റലിൽ പോകാന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അതിനുശേഷമാണ് കീമോ ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ആ വോയിസിന് ഒരു റിപ്ലൈ പോലും ആ പയ്യൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും അവൻ കൊടുത്തിട്ടില്ല. പിന്നെ സായിയുടെ വീഡിയോ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് വന്നായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്തോ വിഷമം പോലെ അവൻ പറയുന്നത് ഒരു സായി തന്നെ പറയുന്നുണ്ട്. സായി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടായി പറഞ്ഞത്. അതാണ് ഈ കുഴപ്പം വരുന്നത്. അതെടുത്തുകൊണ്ട് പോയിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് രേണുവിനെ ചതിക്കുന്നേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് രേണുവിൻ്റെ ചേച്ചിയാണ്. സത്യത്തിൽ അവർ സ്പോട്ടിൽ തന്നെ ഫോണും കൊടുത്ത് വോയിസ് എന്താ പറയണ്ടേ, അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്താ വോയിസ് ആണ് ഇട്ടത്. ചിലപ്പോൾ ആ വോയിസ് കേട്ടിട്ടായിരിക്കാം അവൻ്റെ ഒരു വിഷമം ഉണ്ടായത്. പറയുമ്പോൾ നമ്മളുള്ള കാര്യം പറയണമല്ലോ.
ഓക്കെ, അതിനുശേഷം അവൻ പിന്നെ അവരോട് മിണ്ടിയിട്ടുമില്ല. എന്താ, ഞാനൊരു കാര്യം പറയട്ടെ, കിച്ചുവിന് സ്നേഹം ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ രേണുവിനെ വിളിച്ചത്. അതേ കിച്ചു തന്നെ വന്നിട്ട് ഒരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഷോക്കാവുകയാണ്. അപ്പോൾ ഈ പയ്യൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവൻ നെഗറ്റീവായി വരുന്നു എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് അവൻ കൊണ്ടെടുത്ത് സബ്സ്ക്രിപ്ഷൻ്റെ വീഡിയോ എടുത്തിട്ടു. ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരു കാര്യം പറയാലോ, രേണു വർഷങ്ങൾക്ക് മുമ്പ് ഇവനുമായിട്ട് ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുധി ഉള്ള സമയത്ത്. എനിക്കത് നല്ല രീതിയിൽ അറിയുന്ന കാര്യമുണ്ടാകും. പക്ഷെ ഇവരുടെ മനസ്സിൽ അവനോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഉണ്ട് അവർക്ക്, നല്ല രീതിയിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് അവർക്ക് ദേഷ്യവും കയറി വരുന്നുണ്ട്. അത് ഇതുവരെ ആരും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാനിപ്പം മയത്തിലാണ് ഈ ഒരു വിഷയം സംസാരിക്കുന്നത്. ഇവൻ്റെ പുറകിൽ നിന്ന് നല്ല രീതിയിൽ കുത്തിരിപ്പ് ഉണ്ടാകുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, നല്ല രീതിയിലാണ്. പിന്നെ കഥ അറിയാതെ കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. കഥ അറിയാതെ. അന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്ന കിച്ചു അത് റിയാക്ട് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇതിൻ്റെ പിന്നെ നല്ല രീതിയിൽ ആരോ കളിക്കുന്നുണ്ട്. അവൻ വിളിച്ച് തിരക്കിയതാണ്. അവൻ ആ വോയിസ് കണ്ടപ്പോൾ വിഷമം വന്നെന്നും പറയുന്നു. അതേ ആള് തന്നെ ആ ഒരു വീഡിയോ, കാരണം സോഷ്യൽ മീഡിയ അവൻ നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ട് എല്ലാ ബ്ലോഗേഴ്സും അത് എടുത്ത് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നതായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ. രമേശ് ചേച്ചി കറക്റ്റായിട്ട് ഫോൺ കൊടുത്തതാണ്, വോയിസ് ഇടാനാണ് കൊടുത്തത്. പുള്ളി മരുന്ന് ഇങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതിന് ശേഷമാണ് കീമോ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഫസ്റ്റ് കീമോ കഴിഞ്ഞതിന് ശേഷം ഇവരെ കിടപ്പിലായിരുന്നു. ആ സമയത്താണ് മറ്റേ വീഡിയോ വരുന്നത്. കിച്ചു, എനിക്കൊരു മോനുണ്ട്, എന്നെ ഇതുവരെ വിളിച്ചില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതിയില്ല. എനിക്ക് തോന്നുന്നു ആ ഷൂട്ട് ചെയ്തതിന് ഒരു ഒരാഴ്ച മുമ്പുള്ള സംഭവമാണിത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരു കാര്യം നല്ല രീതിയിൽ മനസ്സിലായി, നല്ല കുത്തിത്തിരിപ്പിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ കിച്ചു മണ്ടൻ, അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഞാൻ അവനെ മണ്ടാന്നേ പറയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചില കാര്യത്തിൽ എനിക്ക് ആ പയ്യനെ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. അത് എനിക്ക് ഇപ്പം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്യാവശ്യം അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. വേണമെങ്കിൽ അവർ എന്താ പറയണ്ടേ, അവർക്കറിയാം സത്യാവസ്ഥ. ഉള്ളവരൊക്കെ വിശ്വസിച്ച് പോയാൽ മാത്രം മതി. രേണുവിനെ കൂടുതലും വിമർശിച്ചതും ആട്ടവും തുപ്പുകയൊക്കെ ചെയ്തൊരു വ്യക്തിയായിട്ടാണ് ഞാൻ ചില കാര്യത്തിൽ അവരോട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിട്ടാണ്. അത് മനസ്സിലാക്കുക. എനിക്ക് വേണമെങ്കിൽ രേണുവിന് ഇപ്പം നെഗറ്റീവ് പറയാവോ, ഒരു 10 വീഡിയോ ഇടുമ്പോൾ എന്നെ നിലപാടില്ലാത്തതെന്ന് പറയും. 11ാമത്തെ വീഡിയോ തൊട്ട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ എനിക്ക് വ്യൂ കിട്ടും, എനിക്ക് നല്ല പൈസ കിട്ടും. അതൊന്നും എനിക്ക് വേണ്ട. ഞാൻ പറയുന്ന കറക്റ്റ് കാര്യമാണ്, വേണമെങ്കിൽ കേൾക്കാം. ഇനി നമ്മുടെ ജൂഹി വന്നിട്ടുണ്ട്. പുതിയൊരു അക്കൗണ്ടൊക്കെ ആയിട്ട് ജൂഹി വന്നിട്ടുണ്ട്. ജൂഹി എന്തായാലും പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങി. ഞാൻ കണ്ടു 10,000 വ്യൂസ് ഉള്ളതൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ അടിച്ചു കയറി വാ, നല്ല സബും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് വാ. പിന്നെ ഒരു ഹെൽപ്പ് എനിക്ക് ജൂഹി ചെയ്ത് തരണം. നമ്മുടെ രഞ്ജീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്, ബസ് കണ്ടക്ടർ. പുള്ളി മരിച്ച്, അതും ഒരു ഭാര്യ കാരണം. ഒന്ന് ആലോചിച്ച് നോക്കി. പ്രണയിച്ച് കല്യാണം കഴിച്ച് ഗൾഫിൽ പോയപ്പോൾ വേറെ ഒരുത്തിൻ്റെ കൂടെ താമസിക്കാനും പോയി. അവസാനം പോട്ടെ, പുള്ളി എല്ലാം ക്ഷമിച്ച് ആ കുഞ്ഞിനെയും കൂടെ തട്ടിയെടുത്ത് ജൂഹി. ആ മെഹനാസിനോടോ അല്ലെങ്കിൽ സുധിയോടോ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ ഒരു വോയിസ്, കാരണം മരിക്കുന്നതിന് മുമ്പ് വോയിസൊക്കെ ഭാര്യയുടെ ഭർത്താവോ കാമുകനൊക്കെ അയച്ചു കൊടുക്കുകയോ ചെയ്തത്, അതെന്താണെന്ന് ജൂഹി ഒന്ന് ദിവ്യ ദൃഷ്ടി കൂടെ ഒന്ന് മനസ്സിലാക്കി തന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉപകാരമായി തന്നെ. ഞാൻ പുള്ളിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തരാം. ജൂഹി ഒന്ന് കളം വരച്ചിട്ട് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ജൂഹി. കാരണം നിങ്ങളെപ്പോലുള്ള കഴിവും നല്ല ആൾക്കാരൊക്കെ സമൂഹത്തിൽ ഉള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നല്ല കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഇങ്ങനെ കഴിവുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ചേച്ചിക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് കിട്ടട്ടെ. എന്തായാലും ഞാൻ ആലോചിക്കുകയാണ്, ലോകത്ത് എന്തൊക്കെ വിഷയങ്ങൾ നടക്കുന്നു, ഇവിടെ രേണുസുതി മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ജൂഹിക്ക് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയാനാണ്. അല്ല, എല്ലാവരും ബ്രേക്കപ്പ്, നീയൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ജൂഹിയെ പോലെ ഇത്രയും കഴിവും ബോധമുള്ള ഒരു വ്യക്തിക്ക് രേണുവിനെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ആലോചിക്കുന്നത്. എന്തായാലും ജൂഹി ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇപ്പം പിടിച്ചോ, നല്ല തപ്പടിച്ച് കയറ്റാൻ പറ്റും. രേണു ഫാൻസൊക്കെ ഉറപ്പാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്തില്ലേ, ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളെ വന്നിട്ട് ആൾക്കാർ സബ് ചെയ്യും. നിങ്ങളുടെ എല്ലാവരും പോയി സബ് ചെയ്യണം അവരെ. എനിക്ക് ഇതുപോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. സബ് ചെയ്യണം, അവരുടെ വീഡിയോസ് ഇരുന്ന് കാണണം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കണം. കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും മറ്റേ രഞ്ജീഷിൻ്റെ കാര്യം മറക്കരുത്. അത് നമ്മൾ എങ്ങനെയെങ്കിലും ആ സോളിനെ കൊണ്ടൊക്കെ, സൂര്യയുടെയോ മെഹനാസിൻ്റെ ഒക്കെ, മെഹനാസാണോ മെഹറിനാണോ സഭയാണോ ഒന്നും എനിക്കറിയത്തില്ല, അവരെ കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക. പറഞ്ഞ് മനസ്സിലായോ? ജൂഹിയാണോ റോഹിയാണോ എന്തോ ആയിക്കോട്ടെ, നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം രാജേഷിൻ്റെ ഭാര്യ എന്താണ് അയച്ചതെന്നൊന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. കേരളം മൊത്തം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ്, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ എക്സ്ക്ലൂസീവ് അടിച്ചു എന്നിട്ട് എനിക്ക് എൻ്റെ ലിങ്ക് ഇട്ട് തന്നാൽ മതി. എനിക്കൊരു കോണ്ടൻറ്റാണ്. മനസ്സിലായോ? ഇനി എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേൾക്കട്ടെ. ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കിച്ചുവും തമ്മിലുണ്ടായിരുന്നു എന്നൊക്കെ കുറെ ഇൻഫ്ലുവൻസസ് പറയുന്നത് ഞാൻ കേട്ടു. അതൊക്കെ സുധി പറഞ്ഞില്ലേ ചേച്ചി?
സോളിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറ. നിങ്ങളുടെ ദിവ്യദൃഷ്ടി കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും. ഛേ, ബ്ലോഗേഴ്സ് പറയുന്നതാണോ നിങ്ങൾ ഈ കേൾക്കുന്നത്? സുധി ജീവിച്ചിരിക്കുന്ന സമയത്താണല്ലോ കിച്ചുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓ തന്നെ. ഇപ്പം സുധി മരിച്ചു പോയ അതെല്ലാവർക്കും അറിയാമല്ലോ, മരിച്ചു പോയല്ലോ. വെറും ഒരു സോളാണ്. അതിനെന്താ? സോളിനെന്താ? സോളിന് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം ആ സോള് കിച്ചുവിന്റെ കൂടെ ആ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചുന്റെ കൂടോ? എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തെറ്റി. അപ്പം രേണു സുധിനെ ക്ഷമിക്കേണ്ടതല്ലേ? രേണു ചെയ്തതിനേക്കാളും 10 ഇരട്ടി പാവമാണ് ആ ചെറുക്കൻ ചെയ്ത് വെച്ചത്. ഓക്കെ, അതിനോട് ഞാനിവിടെ സംസാരിക്കുന്നൊന്നുമില്ല. അപ്പം രേണുവിനോട് ക്ഷമിക്കേണ്ടതാണല്ലോ. അപ്പൊ രേണുവിനോട് ക്ഷമിക്കേണ്ടതാണ് ചേച്ചി. പറ. He is a guardian angel for his own son. സുധിയാണ് കിച്ചുവിന്റെ ഗാർഡിയൻ ഏഞ്ചൽ. ഞാനൊരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ടു. ഹിസ് നെയിം ഡാനി സത്യൻ ഡാനി സത്യൻ MS. പീപ്പിൾ കോൾ മീ ബിലി. വീഡിയോ വിളിക്കുന്ന പേര് കേട്ടോ. He was roasting my video. Of course. അത് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ സത്യസന്ധമല്ലാത്തവന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കും. It's okay, you have the right to roast my video. പക്ഷേ അർജുൻ, എന്ത് പക്ഷേ? ഡാനി സത്യ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ഞാൻ സത്യം അല്ല സത്യം. അടുത്ത വട്ടം നീ വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞോണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിലിടാം. ഓക്കെ, അതിനുള്ള ഒരു റിപ്ലൈ മാത്രം ഞാൻ തരുവാണ് ഡാനി സത്യക്ക്. ഇന്ന് നിനക്കായിരിക്കും കർമ്മ അടിക്കാൻ പോകുന്നത്. ഉറപ്പാങ്ങളെ നിനക്കടിച്ചിരിക്കും. കാരണം വെച്ചാൽ നീ വലിയതല്ലേ ഈശ്വര. എന്റെ സുധി, എന്നെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടൊരു നല്ല കാര്യം പറയുക. കൊണ്ടുപോകുമ്പോഴേ ഒന്ന് ചുറ്റിച്ചിട്ടൊന്ന് കൊണ്ടുപോകട്ടെ ഇതിനെ. ഞാൻ അത്ര പറയുന്നുള്ളൂ. ചേച്ചിക്ക് നല്ല രീതിയിൽ പണി അറിയാം കേട്ടോ. ആ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് ചേച്ചി ഭൂമിയിൽ നിന്ന് നരകിച്ച് മരിച്ചു പോകണമെന്നാണ് ഡാനി ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ. ഞാനൊന്ന് വട്ടം ചുരുക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എൻ്റെ ശൈലി വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ ആൾക്കാർക്ക് തോന്നത്തുള്ളൂ. മനസ്സിലൊന്നും കാണത്തില്ല ചേച്ചി. കളങ്കമില്ലാത്ത പയ്യനാണ്, തക്കുട് കുട്ടനാണ്. ആലപ്പുഴ വരുമ്പോൾ പറയണം കേട്ടോ. അമ്പലപ്പുഴ എനിക്കൊരു സുഹൃത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയിട്ട് ഒരു തൃക്കൈ വെണ്ണ പോയി ഒരു നേർച്ച കയറാം. അമ്പലത്തിലൊക്കെ കയറുന്നതിന് വല്ല കുഴപ്പമുണ്ടോ ജോയി? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്കൊന്ന് പോകണം. ഞാൻ എല്ലായിടത്തും പോകും. പള്ളിയിലും പോവും, അമ്പലത്തിലും പോവും, എല്ലായിടത്തും പോവും. ഒന്ന് പറയണം. അവിടുത്തെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള വെണ്ണയും പഴവും ഒക്കെ കൂടെ നമുക്കൊരു പിടി പിടിക്കാം. എനിക്ക് ജൂഹിയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനൊരു കാര്യം തോന്നുന്നു. എന്തായാലും പിന്നെ സുധിയുടെ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണം. രേണുവിനൊരു കുഴപ്പമില്ല, ഇപ്പോൾ അത്യാവശ്യം ഓക്കെയാണ് എന്നുള്ള രീതി അങ്ങ് പറഞ്ഞാൽ മതി. നമുക്കറിയാലോ സത്യാവസ്ഥ എന്താണെന്ന്. ഡാനി സത്യ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ടായി, സുധിയുടെ സോളിന്റെ അടുത്ത് പറയുന്നുണ്ടായി എത്രയും പെട്ടെന്ന് ഇവരെ ഒന്ന് കൊണ്ടുപോകണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായി. ഞാൻ ചുമ്മാ പറഞ്ഞു കഴിച്ച് എല്ലാം ഗോഡാ ചെയ്യുന്നത് എനിക്കറിയാം. പിന്നെ നമുക്ക് കണ്ടന്റ് അല്ലേ മുഖ്യം. Don't be too foolish, Danny. എന്ത് ചെയ്യാനാ ചേച്ചി, നമുക്ക് അതിനുള്ള വിവരവും ബോധമൊക്കെ ഉള്ളു. നിങ്ങളെപ്പോലുള്ള ഇത്രയും കേരളത്തിൽ ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന രേണു സുധിയെ മാത്രമായിട്ട് വായിച്ച് സോള് അത് ഇതെന്നൊക്കെ പറയുമ്പോഴേ പുച്ഛം മാത്രമേ എനിക്ക് നിങ്ങളോട് തോന്നുള്ളൂ. ഞാൻ നിങ്ങളോട് മുഖത്ത് നോക്കി സംസാരിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലായോ? നിന്നോട് മുഖത്ത് നോക്കി ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സോള് വന്നിരിക്കുന്നു. കുറേ കാര്യങ്ങൾ നീ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നീ കറക്റ്റാണെങ്കിൽ നീ അത് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ വേറെ വിഷയത്തിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഇപ്പം ഈ മറ്റേ രഞ്ജീഷ് എന്ന് പറഞ്ഞ പുള്ളിയുടെ വൈഫിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നിരുന്ന ഹെൽപ്പായനെ. നമ്മൾ ഓക്കെ, നമ്മളിപ്പം എന്താ പറയണ്ടേ, സാധാരണപ്പെട്ട ആൾക്കാരാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ സോളിനെ അവരെയൊക്കെ കണ്ട് സംസാരിക്കുന്ന ആൾക്കാരല്ലേ. ഒന്ന് ചോദിച്ചിട്ടൊന്ന് മനസ്സിലാക്കി തരാമോ ചേച്ചി? കാരണം നീ പറയുന്ന ഓരോ കാര്യങ്ങളും, കാരണം രേണുവിനുള്ളൊരു വൈരാഗ്യമാണ് നിന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇന്നിവിടെ കേരളത്തിലെ ഓരോ വ്യക്തികളും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലായോ? നീ പനി വന്നാൽ എവിടെ പോകുന്നത്? ഹോസ്പിറ്റലല്ലേ പോകുന്നത്? ആണോ? നീ ട്രിപ്പ് ഇട്ടിട്ടുണ്ടോ ഈ ജീവിതത്തിൽ? അതോ ഈ സോളൊക്കെ വന്നിട്ടാണോ കൊണ്ട് തരുകയൊക്കെ ചെയ്യുന്നത്? അതോ നിൻ്റെ ഗോഡാണോ വന്ന് നിനക്ക് മാറ്റി തരുന്നത്? പറ. ഞാൻ അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുകയാണ്. വലിയ ന്യായം പറയുന്നുണ്ട്. എനിക്കും വേണമെങ്കിൽ ഒരു ലോഹം ഇട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. ഞാനൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായി പോകും മോളെ. അത് നീ താങ്ങൂല. മണ്ടനായിട്ട് കളിക്കാൻ നല്ല രീതിയിൽ അറിയാം. പറഞ്ഞ് മനസ്സിലായോ? കാര്യത്തോടെ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇച്ചിരി വിഷയമായിട്ടിരിക്കുന്നത്. അത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് പോലും അറിയത്തില്ല ഞാൻ എന്താണ്, എൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് ഒരു ഈച്ചയ്ക്ക് പോലും അറിയത്തില്ല. സൂചിച്ച് കേട്ടോ, സൂചിച്ച് നല്ല രീതിയിൽ സൂചിച്ചിട്ടുണ്ട്. സൂചിപ്പിക്കാനും അറിയാം. നമുക്ക് കാണാം.
പേഴ്സണാലിറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഫൂളിഷ്നെസ് സംസാരിക്കല്ലേ? നിന്നെ പോലെയുള്ള വിവരക്കെട്ടവളല്ലേ ആൾക്കാരല്ലേ ഇവിടെ കേരളത്തിലുള്ളൂ. നിങ്ങളുടെ വായിന്ന് ഇതുപോലെ വരുമ്പോൾ എൻ്റെ ഇതുപോലുള്ള ഫൂളിഷ്നെസ് വരുന്നത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും കൊച്ചേ അങ്ങ്. ഓക്കെ, സോ യു വാസ് ടെല്ലിംഗ് ദാറ്റ് അവരെ പെട്ടെന്ന് കൊണ്ടുപോകും, ഷീസ് അങ്ങനെ ഭൂമിയിൽ നിന്നെല്ലാം നരകിച്ചതുപോലെ. അങ്ങനെയല്ല, നീ കട്ട് ചെയ്തിട്ട് പോയി നിന്റെ കമ്പ്യൂട്ടറിൽ പോയി നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ടിരുന്ന് സംസാരിക്കുക. നിന്റെ വീഡിയോ തന്നെ പല പല കട്ടിങ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. ആലോചിച്ച് കണ്ട് ഓരോ വ്യക്തികളോടൊക്കെ ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. നിന്നെ തിരിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് പറ്റും. സോറി, നിന്നെ കൊണ്ട് പല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. നീ എന്ന് പറയുന്നൊരു ആളിൻ്റെ പുറകെ ആരാന്ന് എനിക്കറിയത്തില്ല. ആരാണെങ്കിലും എന്തായാലും ശരി, നീ ഇപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ മോളെ. നീ നിന്റെ പണി എടുക്കുന്നു, പട്ടിപ്പണി. കൊണ്ടുപോകും. I was just laughing from here, you know. It was a complete comedy for me. ഞാനത് കണ്ടതിനൊപ്പം എനിക്ക് ഇന്നൊരു കോമഡി മൂവി കണ്ടതുപോലെ ഒരു ഫീൽ വന്നു. ഞാൻ കാരണം നിനക്ക് കുറച്ച് ചിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗ്യമെന്ന് കരുതുന്നുണ്ട്. ഇനി നീ കാർട്ടൂൺ ഒന്നും കാണേണ്ട ആവശ്യമില്ല, എൻ്റെ വീഡിയോസ് ഇരുന്നാൽ മാത്രം കണ്ടാൽ മതി. കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ജൂഹി പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു കറണ്ട് പോയെന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല. ഡാനി സത്യയുടെ ആ ഒരു കുറച്ച് ക്ലിപ്പിംഗ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ സുധിയാണോ എല്ലാവരും കൊണ്ടുപോകേണ്ട ആള്? ഇഫ് യു വോണ്ട് ടു ടെൽ എന്നെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം എന്ന് പറയണമെന്ന് പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രേ ടു ഗാഡ്. ഗാഡിനോട് പറയണം. ഞാൻ ആരാ ഒരുത്തൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ? പറ, അങ്ങനെ എടുക്കുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കിന്നിപ്പോൾ രേണുസുതിക്ക് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു മാഡം. ഞാനൊരു കാര്യം പറയട്ടെ, സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ പറയുന്നത് രേണുസുതി എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയെ വെച്ചിട്ട് നീ ഇതുപോലുള്ള കഥകളൊക്കെ പറഞ്ഞിട്ട് നീ നിൻ്റെ നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയില്ല, സോഷ്യൽ മീഡിയ നമ്മളെ എപ്പോൾ വേണമെങ്കിൽ തിരിയാം. ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ നാളെ ആൾക്കാരെ അടിച്ചെടുത്താം. കാരണം അവർക്കെല്ലാവർക്കും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ആൾക്കാർ എവിടെ സപ്പോർട്ട് ചെയ്യുന്നു അവിടെ പിടിക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഡാനി അതിന് കിട്ടത്തില്ല, അത് വേറെ കാര്യങ്ങൾ മോളെ, അത് നിനക്കറിയാത്തതുകൊണ്ടാണ്. നീ അതിലോട്ട് പോകുന്നത് നിൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്, അല്ല ഇവിടെ സോളും ഇല്ല. എന്നെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം, അപ്പൊ രേണുവിന്റെ അടുത്തും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും ഇതുപോലെ മെസ്സേജ് ഞാൻ പറയില്ല എന്നാണ് വേണ്ടതെങ്കിൽ യു ഹാവ് ടു പ്രേ ടു ഗാഡ്, നോട്ട് ടു സുധി. സുധിയല്ല ആരെങ്കിലും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നന്നായിട്ട് നരകിപ്പിച്ച് അനുഭവിപ്പിച്ചിട്ട് മാത്രമേ ഇവരെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. നീ ഇത്രയും പോർഷൻസ് ഒക്കെ വെച്ചിട്ട് നീ എനിക്കിട്ട് നെഗറ്റീവ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ തന്നെ നീ എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. നിന്റെ ബ്രെയിൻ എന്താണെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, നീ എന്നെക്കാളും ചിലപ്പോൾ കൂടുതൽ ഉണ്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കും. അവിടെ ഇരുന്നോ, ഞാൻ നിന്റെ കാര്യങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കറണ്ട് വന്നു, കാരണം പ്രകൃതിക്ക് വരെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്തായാലും എൻ്റെ ജൂഹിയാണോ എന്തോ ആയിക്കോട്ടെ, നീ പോകുന്ന വഴി ശരികളല്ല, ഉറപ്പാണ്. പറഞ്ഞു മനസ്സിലായോ? അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഉണ്ടല്ലോ, കൂടുതൽ വിളച്ചെടുത്താൽ നമ്മുടെ അച്ഛൻ വന്ന് തിളച്ചിടും. അച്ഛാ തിളയ്ക്കൂ. അങ്ങനെ രേണുസുതിയുടെ അക്കൗണ്ടിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് മൊത്തം കണ്ടു, മൊത്തമല്ല പാതി കണ്ടുള്ളൂ, ബാക്കി പ്രാർത്ഥനയായിരുന്നുകൊണ്ട് ഞാനത് കാണാനൊന്നും പോയില്ല. ഓക്കെ, എന്തായാലും എനിക്ക് ആ തുടക്കത്തെ ഒരു തെറ്റിദ്ധാരണകൾ മാറ്റാനുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഈ പറയുന്ന രമ്യനെ ഒക്കെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതിനിടയ്ക്കാണ് നമ്മുടെ ജൂഹിക്കുട്ടിയുടെ ജൂഹിത്രം കാണാനും. ഓക്കെ ഗൈസ്, ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു ഗൈസ്.